പിന്നെ തീർച്ചയായിട്ടും എടുക്കാം. അതിനോടൊപ്പം നമ്മളിപ്പോൾ കളമശ്ശേരിയിലേക്ക് ഒന്ന് പോകുന്നു. കളമശ്ശേരിയിലെ കിടക്കയിലെ ഗോഡൌണിന് തീപിടിച്ച വാർത്തയുണ്ട്. ആ വാർത്തയുടെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കിപ്പം അർജുൻ മട്ടന്നൂരുണ്ട്, ഷഹബാസ് ഉണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. തീപിടിച്ച ഗോഡൌണിൽ നിന്ന് അഞ്ജലി ശ്രീജിതാരാജ് തത്സമയം വിവരങ്ങൾ നൽകും. അഞ്ജലി, എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? അവിടെ ചില പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊക്കെ കേട്ടുവെന്നാണ് പറയുന്നത്. കിടക്ക കമ്പനിക്കാണ് തീപിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? വലിയ ജനവാസ മേഖലയാണ്, ഒരുപാട് കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളും ആ പരിസരത്തുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അഞ്ജലി? അരുൺകുമാർ, കളമശ്ശേരി HMT ജംഗ്ഷനിലുള്ള ക്രസന്റ് ഫോംസ് എന്ന കിടക്ക കമ്പനിക്കാണ് തീപിടിച്ചത്. ആളപായമില്ല എന്നാണ് പ്രാഥമികമായും ലഭിക്കുന്ന വിവരം. പക്ഷേ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. അരമണിക്കൂർ മുൻപാണ് ഇവിടെ തീപിടുത്തമുണ്ടായത്. എന്താണ് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല. ഷോർട്ട് സർക്യൂട്ടാണെന്ന് തോന്നുന്നു. കത്തുപിടിച്ച് മൊത്തം പുക കട വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ള ലൈനുകളൊക്കെ പൊട്ടി താഴെ. ഞങ്ങൾ മല കയറി പോയി ഫയർഫോഴ്സിന് വഴി ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങോട്ട് വന്നു. അത്ര ദിവസം ലൈൻ പൊട്ടി താഴത്തേക്ക് വീണു. ഹൈ ടെൻഷൻ വലിയ ടവർ തന്നെ പൊട്ടി താഴത്തേക്ക് വീണു. തീ പിടിച്ചതിന് ശേഷമാണോ ലൈൻ പൊട്ടി വീണത്? തീ പിടിച്ച് ഇങ്ങനെ കത്തുപിടിച്ച് മുകളിലേക്ക് പോയിട്ട് തീ കത്തി പടരാണ് ചെയ്തത്. ഈ തീ ഈ വലിയ ലൈനിലേക്ക് പടരാണ് ചെയ്തത്. ആ തീ പടർന്നതിന്റെ ഫലമായിട്ടാണ് അത് ചൂട് പിടിച്ച് പൊട്ടി താഴെ വീണത്. ഇവിടെ ആർക്കും പരിക്കോ അങ്ങനെ ഇവിടെ ജീവനക്കാരുണ്ടായി അറിയാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പരിശോധനയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. സ്ഥാപനത്തിനെ കുറിച്ച് എന്താണ് വിവരമുള്ളത്? ക്രസന്റ് ഫോം നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഒരുപാട് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി. അത് എങ്ങനെയാണെന്ന് നിർമ്മിക്കുന്ന സ്ഥാപനമാണ്. അല്ല, ഇത് കമ്പനിയാണോ? അല്ല, അത് ഗോഡൌൺ സൂക്ഷിക്കുന്ന കിടക്കൾ സൂക്ഷിക്കുന്ന ഗോഡൌണാണ്. ഇവിടെ ജീവനക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ജീവനക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഓടി മാറി കാണും. എന്താണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ ഉടമസ്ഥനാണത്. 1000 രൂപ ഇല്ല. എന്താന്ന് ഒരു ഐഡിയ കോലത്തിലാണ് ചോദിക്കുന്നത്. രാവിലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ സംഭവം? പെട്ടെന്ന് ഒരു കത്തിൽ വന്ന് വെള്ളം. അപ്പോഴാണ് ഫയർഫോഴ്സ് മാത്രമാണ് ആൾക്കാർ കണ്ടത്. പുക കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഓടി വന്നപ്പോൾ അപ്പുറത്തേക്കും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ ഇപ്പൊ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടുപോയി. അങ്ങനെ അപ്പുറം ഇപ്പുറം പെടാതായിട്ട് പിന്നെ ഞങ്ങൾ റോട്ടിൽ കയറിയിട്ട് റോട്ടിൽ നിന്ന് ജനങ്ങളെ കൂടി ഫയർഫോഴ്സ് നിയന്ത്രിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിത്തെറി ലൈൻ പൊട്ടി വീഴായിരുന്നു. ഒരേ ലൈനുകളും പൊട്ടി ടോ എന്ന് പറഞ്ഞ വലിയ പടക്കം പൊട്ടണ ഭയങ്കര സൗണ്ട്. ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ കറണ്ടൊക്കെ പോയി. എന്തൊക്കെ കത്തിപ്പോയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ആർക്കൊന്നും അറിയില്ല. ഇപ്പം ഇവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ കത്തിപ്പോയി. മനുഷ്യരില്ലാന്ന് ഓണർ പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യരാരും ഇല്ല, ഇന്നലെ ലീവാണ്, അത് കാരണം ആരും ഇല്ല, എല്ലാവരും ഇല്ല എന്ന് പറഞ്ഞു. സ്ഥാപനത്തിന് അവധിയായി. ഇന്ന് സ്ഥാപനം ഇല്ല. ഇതൊരു ഗോഡൌണാണ്, ചെറിയൊരു ഗോഡൌണായിരുന്നു. ഏകദേശം ഇവിടെ ഒരുപാട് ജീവനക്കാർ ജോലി ചെയ്യും. ഒരു 5-8 പേര് പണിയെടുക്കാനാണ്. ഇവിടെ ഏതൊക്കെ ഭാഗത്ത് കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിച്ചിട്ടുണ്ടോ തീ? അവിടെ ഇതിന്റെ അകത്തേക്കൊക്കെ വ്യാപിച്ച് അങ്ങനെ അപ്പോഴേക്കും ഫയർഫോഴ്സ് വന്ന് അടിയന്തരമായിട്ട് ഫയർഫോഴ്സ് എത്തി. അതാണ് ഏറ്റവും വലിയ ഗുണം കിട്ടിയത്. പിടിച്ച ആ സമയത്ത് തന്നെ എത്താൻ കഴിഞ്ഞു. എല്ലാവരും എത്തി. ഫയർഫോഴ്സ് വന്നിട്ട് ഫയർഫോഴ്സിന് ഇങ്ങോട്ട് വരാൻ പറ്റാതെ റോഡ് ബ്ലോക്കായി പോയി. റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി പോയി. അങ്ങനെ ഞാനും എന്റെ ബ്രദറും കുറെ പേരും കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഓടി ചെന്ന് അവിടെ റോഡിലെ എല്ലാ വണ്ടികളും തടുത്ത് അപ്പുറത്തു കൂടെ ഇപ്പുറത്തു കൂടെ ആയിട്ട് തിരിച്ച് താഴത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത്. അങ്ങനെ ലൈൻ KV കമ്പനിയാണ്. 11 kV മറ്റേ ടവർ ലൈനാണ് പൊട്ടിയത്. അല്ല, വേറെ ലൈനുകൾ പൊട്ടി, ചെറിയ ലൈനുകൾ പൊട്ടി. അതിന് മുമ്പ് ടവർ ലൈൻ പൊട്ടി, വലിയ ടവർ ലൈൻ താഴത്തേക്ക് പൊട്ടി പറ്റും. കുമാർ, ഇന്നലെ ഈ സ്ഥാപനം ഇന്ന് ഈ സ്ഥാപനം അവധിയായതിനാൽ തന്നെ ജീവനക്കാർ ഇവിടെ ഇല്ല എന്നാണ് ഇവിടെ ഉടമയടക്കമുള്ള നാട്ടുകാരടക്കം പ്രതികരിക്കുന്നത്. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായിരിക്കുകയാണ്. പക്ഷേ എന്നാലും ഈ വൈദ്യുത കമ്പി അടക്കം പൊട്ടി വീണ ഒരു സാഹചര്യമാണുള്ളത്. ആദ്യഘട്ടത്തിൽ തീ വലിയ രീതിയിൽ ഉയരുകയായിരുന്നു. തുടർന്നാണ് ലൈൻ കമ്പിക്ക് തീ പിടിക്കുന്നതും പൊട്ടി ലൈൻ കമ്പി വീഴുന്നതും. തുടർന്ന് പരിസരത്തുള്ള ഈ വൈദ്യുതിയെല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലിയ രീതിയിൽ, അതായത് വലിയൊരു അപകടമാണ് കളമശ്ശേരി ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും ആളപായമില്ല എന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഉയരുന്നത്. ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിൽ തീ വ്യാപിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ തീ പടർന്നിരിക്കുകയാണ്. ഈ ലോറി കൂടാതെ ഇവിടെ 2 ലോറി ഉണ്ടായിരുന്നു. ആ ലോറിയൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴും പുക വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ റോഡിൽ നിന്ന് ഇവിടേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും അത്രമാത്രം തീയാണ് ഇവിടുന്ന്, അതായത് പുകയാണ് ഉയരുന്നത്. ഉൾഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ തീ പിടിച്ചിട്ടുണ്ട്. ഇത് കിടക്ക സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ ആണ്. ഇന്നലെ ഇന്നും ഇന്നലെയായിട്ടൊക്കെ ജീവനക്കാർ അവധിയാണ്. ഇവിടെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ വലിയ രീതി, അതായത് തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. സർ, എത്ര മണിക്കാണ് വിവരം ലഭിക്കുന്നത്? പ്രാഥമികമായിട്ട് എന്താണ് സർ കരുതുന്നത്? എങ്ങനെ ഒന്നും, അതായത് ഇവരിപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായി എന്താണ് കാര്യമെന്നുള്ള വ്യക്തമായിട്ട്
ഇത് ഷോർട്ട് സർക്യൂട്ട് ആവാൻ സാധ്യതയുണ്ടോ? അറിയാം, നമ്മളെ കാലത്ത് തീ കണ്ട് ഞങ്ങൾ ഇവിടെ പുറത്ത് വർക്ക് ചെയ്യണേ. വലിയ രീതിയിൽ പൊട്ടിത്തെറിയാണെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പി പൊട്ടിയായിരുന്നു. അതായത് ഇവിടെ തീ ഉയർന്നതിന് ശേഷമാണോ കമ്പി പൊട്ടിയത്? ആ, ഈ തീ ചെയ്തുകൊണ്ട് തീ പൊങ്ങിയപ്പോഴാണ് പൊട്ടിയത്. ആ സമയത്ത് ജീവനക്കാരൊന്നും ഇല്ലാത്തത് വലിയ ഇവിടെ ഒരുപാട് ജീവനക്കാർ ജോലി ആൾക്ക് വേറെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ട്. ആളുകൾ ഉണ്ടായിരുന്നു എന്നാണോ? ഇവിടെ ഉണ്ടായില്ല. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരാളുണ്ടായിരുന്നു. ഒരാളുണ്ടായിരുന്നു, വലിയ ചെറിയ പരിക്കുണ്ട്. അരുൺകുമാർ, ഒരാളെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാരെ വ്യക്തമാക്കുന്നത്. അയാൾ ഇപ്പൊ ഏത് ആശുപത്രിയിലാണെന്ന് അറിയുന്നത്? കളമശ്ശേരി മെഡിക്കൽ കോളേജ്. കൂടുതൽ പരിക്കുകളൊന്നുമില്ല. ആൾ പേടിച്ചു പോയി, വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അറിയാൻ പാടില്ല, ഇനി പിന്നീട് അറിയാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും. എന്താണെന്ന് നിലവിലെ ഒരാളെ കൊണ്ടിട്ടുള്ളൂ. കൂടുതൽ ആളുകൾ ഉണ്ടോന്നുള്ള സംശയം അങ്ങനെ ഇല്ല, വർക്കേഴ്സിന്റെ അകത്ത് കുറവാ, ഒരു 4 പേരുള്ളൂ. മാത്രമേ ബെഡിന്റെ ഇതിലേക്കാ ബെഡിന്റെ കിടക്ക കമ്പനിയാണ് അരുൺകുമാർ. അതായത് കിടക്കയുടെ ക്രസന്റ് ഫോംസ് എന്ന കിടക്ക സൂക്ഷിച്ചിരുന്ന ഗോഡൌണിനാണ് തീ പിടിച്ചത്. ഇവിടെ ഏകദേശം അരമണിക്കൂറോളമായി തീ ആളിപ്പടരാൻ തുടങ്ങിയിട്ട് ഫയർഫോഴ്സ് തക്ക സമയത്ത് എത്തിയത് വലിയ അപകടം ഒഴിവായി എന്ന് തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ ഭാഗങ്ങളിലൊക്കെ, അതായത് കൂടുതൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ്, നിരവധി സ്ഥാപനങ്ങൾ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഷീറ്റ് അടക്കം. എന്തായാലും കിടക്ക കമ്പനിക്കുള്ള തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം.